UDFന്റെ സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ഇന്ന് നടക്കുന്ന ചർച്ചകൾ ഏറെ നിർണായകമാണ്. കേരള കോൺഗ്രസ് ജോസഫിന്റെ 4 സീറ്റുകൾ വിട്ടുതരണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. എന്നാൽ 10 സീറ്റും വേണമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജോസഫ് വിഭാഗം. കാര്യമായ തർക്കങ്ങളില്ലാതെയാണ് ലീഗുമായുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ടി വി പ്രസാദ് ചേരുന്നു. ടി വി പ്രസാദ്, 10 സീറ്റില്ലെങ്കിലും 8 സീറ്റെങ്കിലും നൽകിയേക്കുമെന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ഏറ്റുമാനൂർ ഉൾപ്പെടെ 1-2 സീറ്റുകൾ വിട്ടു നൽകാൻ ജോസഫ് വിഭാഗം തയ്യാറാകുമെന്നും അറിയുന്നു. ഏത് രീതിയിലാണ് ചർച്ചകൾ? വിനീത, 4 സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് എത്തുന്നത്. പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അവർ പിടിവാശിയിൽ തന്നെയാണ്. 10 സീറ്റുകളും വേണം എന്ന നിലപാട് തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ അതിലൊരു 2 സീറ്റ് നഷ്ടപ്പെടും എന്ന് അവർ ഏതാണ്ട് ഒരു കണക്ക് കൂട്ടലിൽ എത്തിക്കഴിഞ്ഞു. എന്തായാലും അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായി പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ നടക്കുന്ന ചർച്ച അതിലേറെ നിർണായകമാണ് എന്നുള്ളതാണ്. ഇന്നത്തോടുകൂടി ഒരു തീരുമാനത്തിലെത്താൻ കഴിയും എന്നാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് മനസ്സിലാകുന്നൊരു സൂചന. മറ്റ് ഘടകകക്ഷികളുമായുള്ള ചർച്ചയും പുരോഗമിക്കുകയാണ്. മുസ്ലിം ലീഗൊക്കെ ആയിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. വലിയ തർക്കമില്ലാതെ മുന്നോട്ട് പോകുന്നു. പക്ഷേ പല സീറ്റുകൾ വെച്ചു മാറുന്നതിൽ ഉൾപ്പെടെയുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഏറ്റവും ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് പ്രഖ്യാപിക്കുക എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇങ്ങനെ അതിശക്തമായി അവർ മുന്നോട്ട് പോകാനുള്ള കാരണം. വലിയ തർക്കങ്ങളില്ലാതെ ഇത്തവണ പൂർത്തിയാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് UDF നേതാക്കൾ എല്ലാവരും പങ്കുവയ്ക്കുന്നത്. വിനീത, ശരി, ഏതായാലും ലീഗുമായുള്ള ചർച്ചകൾ അതിൽ തർക്കങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 10 സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. കോൺഗ്രസ് ആകട്ടെ 4 സീറ്റ് ഏറ്റെടുക്കാം എന്ന തീരുമാനത്തിലേക്കും എത്തുകയാണ്. ചർച്ചകളുടെ തീരുമാനങ്ങൾ അത് ഏറെ നിർണായകമാകും. ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.